بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. والليل إذا يغشى വചനം 1. വല്ലൈലി രാത്രി തന്നെയാണ്. ഇദാ യഗ്ഷ അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ. രാത്രി തന്നെയാണ് സത്യം, അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ. والنهار إذا تجلى വചനം 2. വന്നഹാരി പകൽ തന്നെയാണ്. ഇദാ തജല്ല അത് പ്രത്യക്ഷപ്പെടുമ്പോൾ. പകൽ തന്നെയാണ് സത്യം, അത് പ്രത്യക്ഷപ്പെടുമ്പോൾ. وما خلق الذكر والأنثى വചനം 3. വമ ഖലഖ സൃഷ്ടിച്ചതും തന്നെയാണ്. അദ്ദക്കറ ആണിനെ, വൽ ഉൻസ പെണ്ണിനെയും. ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചിട്ടുള്ളത് അഥവാ ആ മഹാശക്തി തന്നെയാണ് സത്യം. إن سعيكم لشتى വചനം 4. ഇന്ന സഅയക്കും നിശ്ചയമായും നിങ്ങളുടെ പരിശ്രമം, യത്നം, പ്രവൃത്തി, ലശത്ത വിഭിന്നങ്ങൾ തന്നെ, വ്യത്യസ്തങ്ങളാണ്. നിശ്ചയമായും നിങ്ങളുടെ പരിശ്രമം വിഭിന്നങ്ങളത്രേ. فأما من أعطى واتقى വചനം 5. ഫഅമ്മ എന്നാൽ അപ്പോൾ, മൻ അഅ്ത ആർ കൊടുത്തു, വത്തഖ സൂക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ യാതൊരുവൻ ധനം കൊടുക്കുകയും അല്ലാഹുവിനെ സൂക്ഷിക്കുകയും وصدق بالحسنى വചനം 6. വസദ്ദഖ സത്യമാക്കുകയും ചെയ്തു. ബിൽ ഹുസ്ന ഏറ്റവും നല്ലതിനെ, ഏറ്റവും നന്നായുള്ളതിനെ സത്യമാക്കുകയും ചെയ്തുവോ. فسنيسره لليسرى വചനം 7. ഫസനുയസ്സിറുഹു എന്നാൽ അവനു നാം സൗകര്യം നൽകും, എളുപ്പമാക്കും. ലിൽ യുസ്റ ഏറ്റവും സൗകര്യമായതിലേക്ക്, എളുപ്പമായതിലേക്ക്. അവനു നാം ഏറ്റവും സൗകര്യമായുള്ളതിലേക്ക് സൗകര്യം ചെയ്തു കൊടുത്തേക്കും. وأما من بخل واستغنى വചനം 8. വഅമ്മാമൻ എന്നാൽ ഒരുവനോ, ബഖീല അവൻ ലുബ്ധത കാട്ടി, പിശുക്കു കാട്ടി. വസ്തഗ്ന ധന്യത നടിക്കുകയും ചെയ്തു, ഐശ്വര്യം, അനാശ്രയത നടിക്കുകയും ചെയ്തു. എന്നാൽ യാതൊരുവൻ ലുബ്ധത കാണിക്കുകയും ധന്യത നടിക്കുകയും وكذب بالحسنى വചനം 9. വകദ്ദബ വ്യാജമാക്കുകയും ചെയ്തു. ബിൽ ഹുസ്ന ഏറ്റവും നല്ലതിനെ, ഏറ്റവും നന്നായുള്ളതിനെ വ്യാജമാക്കുകയും ചെയ്തുവോ. فسنيسره للعسرى വചനം 10. ഫസനുയസ്സിറുഹു അപ്പോൾ അവനു നാം സൗകര്യം ചെയ്യും. ലിൽ ഉസ്റ ഏറ്റവും ഞെരുക്കമായതിലേക്ക്, പ്രയാസപ്പെട്ടതിലേക്ക്. അവനു നാം ഏറ്റവും ഞെരുക്കമായുള്ളതിലേക്ക് സൗകര്യപ്പെടുത്തി കൊടുത്തേക്കുകയും ചെയ്യും. കഴിഞ്ഞ അധ്യായത്തിലെ 3-4 വചനങ്ങളിൽ കണ്ടതുപോലെയുള്ള ആശയം തന്നെയാണ് ഏതാണ്ട് ഈ അധ്യായത്തിലെ 1-2 വചനങ്ങളിലും ഉള്ളതെന്നു പറയാം.
അവിടെ 5-7 വചനങ്ങളിൽ സൂചിപ്പിച്ച അതേ മഹാശക്തിയെ അഥവാ അള്ളാഹുവിനെക്കുറിച്ച് തന്നെയാണ് ഇവിടെ 3-ാം വചനത്തിലും സൂചിപ്പിക്കുന്നത്. ആണ് എന്നും പെണ്ണ് എന്നും പറഞ്ഞത് പൊതുവിൽ ആ 2 വർഗത്തെ ഉദ്ദേശിച്ചും, അല്ലെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു, ഖൽബി റളിയല്ലാഹു അൻഹു എന്നിവരിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ളതുപോലെ മനുഷ്യപിതാവായ ആദം അലൈഹിസ്സലാം, മനുഷ്യമാതാവായ ഹവ്വ റളിയല്ലാഹു അൻഹ എന്നിവരെ ഉദ്ദേശിച്ചും ആകാവുന്നതാണ്. മനുഷ്യരുടെ ജിന്നുകളുടെയും തന്നെ പരിശ്രമങ്ങളും പ്രവർത്തനങ്ങളും ഒരേ രൂപത്തിലുള്ളവയല്ല, വിഭിന്ന നിലയിലുള്ളതാണ് എന്നത്രേ അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത്. അതെ, രാത്രിയും പകലുമെന്ന പോലെയും ആണും പെണ്ണുമെന്ന പോലെയും മനുഷ്യകർമ്മങ്ങൾ നല്ലത്, ചീത്ത, ഗുണകരം, ദോഷകരം, രക്ഷാമാർഗം, ശിക്ഷാമാർഗം എന്നിങ്ങനെ വ്യത്യസ്തങ്ങളാണ് എന്ന് താൽപ്പര്യം. അടുത്ത വചനങ്ങളിൽ ഈ യാഥാർത്ഥ്യം ഉദാഹരണസഹിതം അള്ളാഹു വിവരിക്കുന്നു.